ഹലോ ഗൈസ്, ജെ ഫോട്ടോക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ യൂട്യൂബേഴ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ന്യൂ യൂട്യൂബേഴ്സ് മാത്രമല്ല, അതായത് ഇപ്പം എന്താ പറയുക, ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന എല്ലാ യൂട്യൂബേഴ്സിനും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം നല്ല വൈറലായ യൂട്യൂബേഴ്സിന് മാത്രമേ വലിയൊരു വിഷയമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുള്ളൂ. ബാക്കി എല്ലാ യൂട്യൂബേഴ്സിനും ഇപ്പം വ്യൂ വല്ലാണ്ട് കുറയുന്നുണ്ട്. അതായത് അവർക്ക് കിട്ടുന്ന വ്യൂവിന്റെ ഒരു 1/3 മാത്രമേ നമുക്കിപ്പം കിട്ടുന്നുള്ളൂ. അപ്പൊ ആ ഒരു വിഷയം വരുന്നുണ്ട്. ആ ഒരു വിഷയത്തിന് പല ടെക് ചാനൽ ആൾക്കാരും പല ടൈപ്പിലുള്ള വീഡിയോസ് അത് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതിന്റെ, അതായത് എങ്ങനെ അത് മറികടന്ന് നമുക്ക് നല്ലൊരു വ്യൂ കൊണ്ടുവരാന്നുള്ളതിന്റെ വീഡിയോസ് ഒക്കെ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ മെല്ലെ 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 നമ്മുടെ യൂട്യൂബിന്റെ ആ ഒരു അൽഗോരിതത്തിന് ചേഞ്ച് വന്ന് ചെറുതായിട്ട് വ്യൂ കൂടി തുടങ്ങുന്നുണ്ട്. എല്ലാവർക്കും ഒരു ചെറുതായിട്ട് അന്ന് പണ്ട് സങ്കടം പറഞ്ഞ ആൾക്കാർക്കൊക്കെ ചെറുതായിട്ട് യൂട്യൂബിന്റെ അൽഗോരിതമായിട്ട് ബന്ധപ്പെട്ട വ്യൂ തടസ്സം അങ്ങ് മാറുന്നുണ്ട്. അപ്പൊ ബാക്കിയൊക്കെ ഇനിയുള്ള വരുന്ന സംഭവങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട വ്യൂ ആണ്. അതായത് ഇത്രയും ദിവസം നമുക്ക് വ്യൂ ഇല്ലാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് അതിന്റെ അകത്ത് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ഒരു വ്യൂ കുറയും. എല്ലാ യൂട്യൂബേഴ്സിനും ഒരു വ്യൂ കുറവുണ്ടാവും. പക്ഷെ ആ ഒരു സംഭവമൊക്കെ മാറി ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി പ്രശ്നം വെച്ചാൽ വീഡിയോ ഇടാതിരുന്നിട്ടുള്ള ഫ്രീസിങ്, അതായത് വീഡിയോ ചാനലിൽ നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നിട്ടുള്ള ഫ്രീസിങ് ഉണ്ട് ചില ആൾക്കാർക്ക്. അല്ലാണ്ട് നമ്മുടെ കണ്ടന്റ് പ്രോബ്ലം ഉണ്ട്, തമ്പനൈൽ പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാത്ത ഇപ്പം വ്യൂ ഇല്ലാത്തത്. ആ ഒരു യൂട്യൂബുമായി ബന്ധപ്പെട്ട അൽഗോരിതം മറ്റേ അപ്ഡേഷൻ നടക്കുന്ന ആ ഒരു വ്യൂ പ്രോബ്ലം എല്ലാം മാറിയിട്ടുണ്ട്. സംഭവം ഒരുപാട് പേർക്ക് നല്ലോണം വ്യൂ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും വ്യൂ വരാത്ത ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേറെ എവിടെയും തപ്പിപ്പോകേണ്ട കാര്യമില്ല, നമ്മൾ എവിടെയും സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നമ്മൾ തമ്മിൽ കണ്ടുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് അതിനുള്ള നല്ല ഒരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. 2 വഴിയുണ്ട്. നിങ്ങൾ എന്താ പറയാ, ഇതൊരിക്കലും ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ തമ്പനൈൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തിട്ട് വീഡിയോ അല്ല. ഇത് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. നിങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉപകാരം കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ കറക്റ്റായിട്ട് സ്ക്രീൻ റെക്കോർഡിംഗ് സമയത്ത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്, എന്താണ് നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മെയിൻ ചാനലിനകത്ത് പരീക്ഷിച്ചിട്ട് എനിക്കത് കിട്ടി. കാരണം വെച്ചാൽ നമ്മൾ വ്യൂ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, ഷോർട്ട് വീഡിയോക്കാണെങ്കിലും ലോങ് വീഡിയോ രണ്ടിനും, ഷോർട്ടിനായാലും ലോങ്ങിനായാലും ഒരേപോലെ ഉപകാരപ്പെടുന്ന സംഭവമാണ്. അപ്പോൾ എന്താണ് സംഭവം നമുക്ക് നോക്കാം. നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് സൈഡ് കാണിച്ചു തരാം. സംഭവമാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയപ്പോൾ നമ്മളത് കണ്ടന്റ് എന്ന ഓപ്ഷനാണ് നമ്മളിപ്പോൾ വന്ന് കിടക്കുന്നത്. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യേണ്ടായിരുന്നു, നമ്മുടെ അനലറ്റിക്സ് എടുക്കുക. അതായത് സ്റ്റുഡിയോയിൻ്റെ അകത്ത് അനലറ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അനലറ്റിക്സിൻ്റെ അകത്ത് നമ്മൾ കയറുക. അവിടെ ക്ലിക്ക് ചെയ്യാൻ കണ്ടന്റ് തൊട്ടിപ്പുറത്തായിട്ട് വലത്തെ സൈഡിൽ അനലറ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കണ്ടോ, എൻ്റെ ആണെങ്കിൽ തന്നെ ചാനലിൻ്റെ വ്യൂ വല്ലാണ്ട് കുറഞ്ഞു വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇനി കയറ്റാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ മേലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുക. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് റിയൽ ടൈം വ്യൂ ഒക്കെ കാണാം. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആണ് നമ്മുടെ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന സംഭവമാണ്. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഉണ്ടോ, ഇവിടെ തീരെ എനിക്ക് കുറവാണ്. ഇനി നമ്മൾ റീച്ച് ആക്കാനുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും അല്ല, നമ്മൾ വീഡിയോ ഇടാത്തതുകൊണ്ടാണ്. ഇതുണ്ടോ, ഗ്രോ ആയ ഇതൊക്കെ നമുക്ക് നല്ലാണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. ഉണ്ടോ, വാച്ച് ടൈം, എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇതെല്ലാം കുറവുണ്ട്. ഗ്രേ കളറിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റീച്ച് ആക്കാനുള്ള കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഗൈസ്, നമ്മൾ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ഇൻസ്പിരേഷൻ, ഓവർവ്യൂ, കണ്ടന്റ്, ഓഡിയൻസ്, റവന്യൂ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണാമല്ലോ. ഇവിടെ ഇങ്ങനെ ഞാൻ മാറ്റുന്നുണ്ട്, കാണാമല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇടത്തെ സൈഡിൽ ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുള്ള സ്റ്റെപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ്, അതായത് ടോപ്പ് സെർച്ചസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതായത് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ, അതായത് ടെക്കുമായി ബന്ധപ്പെട്ട, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടേതായ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും കിട്ടുന്നുണ്ടാവും. ഓരോ ചാനലിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും കിട്ടുന്നത്. നമ്മുടെ ഒരു ടെക് ചാനൽ ആയതുകൊണ്ടാണ് ടെക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വരിക. ഒരു ഫാമിലി വ്ളോഗ് ആണെങ്കിൽ ആ ഫാമിലി വ്ളോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വരിക. അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, കുക്കിംഗ് ചാനൽ അതുമായി ബന്ധപ്പെട്ട, അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പ് സെർച്ചസ്, ഇൻസ്പിരേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ടോപ്പ് സെർച്ചസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മൾ വലത്തോട്ടൊരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഗൈസ്, ഇത് കണ്ടോ, ഇത്രയോ സാധനമാണ് ഈ യൂട്യൂബിൽ ടെക്കുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമുക്ക് സെർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് സെർച്ച് ചെയ്തിട്ടുള്ള സംഭവമാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തേക്കുന്നത് ഹൗ ടു ഇൻക്രീസ് വ്യൂസ് ഓൺ യൂട്യൂബ് മലയാളം. കണ്ടോ, ഇതാണ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ടെക്കുമായി ബന്ധപ്പെട്ട് സെർച്ച്. ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അനലിറ്റിക്സിൽ ആ
ഇൻസ്പിറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊരു സംഭവം. ഓക്കെ, അപ്പോൾ ഹൗ ടു ഇൻക്രീസ് വ്യൂസ് ഓൺ യൂട്യൂബ് മലയാളം. പിന്നെ അടുത്തായിട്ട് രണ്ടാം സെർച്ചിൽ വന്നേക്കുന്നത് എങ്ങനെ യൂട്യൂബ് മോണിറ്റൈസേഷൻ മലയാളം. ഓക്കെ, പിന്നെ ഡെയിലി ഏണിംഗ് യൂട്യൂബ് ഡെയിലി ഏണിംഗ് എങ്ങനെ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാം, ഓൺലൈൻ ജോബ്സ് അറ്റ് ഹോം മലയാളം. ഉണ്ടോ, ഇതിങ്ങനെ ഒരുപാട് സെർച്ചുകൾ വരുന്നുണ്ട്. ഇതാ നിങ്ങൾ കണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റീച്ച് കിട്ടുന്ന കണ്ടന്റുകളാണ് ഇവിടെ കാണുന്നത്. വേറൊന്നുമല്ല, ഇവിടെ റീച്ച് കിട്ടുന്ന കണ്ടന്റുകളാണ്. ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു സെർച്ചിങ്ങിന് വന്ന ഏത് കണ്ടന്റ് എടുത്താലും ഏറ്റവും കൂടുതൽ മേലേന്നാണ് നമുക്ക് വരുന്നത്. ഹൗ ടു ഇൻക്രീസ് വ്യൂസ് ഓൺ യൂട്യൂബ് മലയാളം, ഇതാണ് മെയിനായിട്ട് വരുന്ന സെർച്ച്. ഇങ്ങനെ അടിയിലോട്ട് വരുന്നതോറും ഒരുപാട് സെർച്ചിങ്, ഇവിടെ ഏകദേശം ഒരു 10ഓളം സെർച്ച് ഒരു കീവേഡ്സ്. സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കീവേഡ്സ്. ഈ കീവേഡ്സ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു സംഭവം നിങ്ങൾക്ക് കണ്ടന്റ് ആയിട്ട് എടുക്കാം. അതായത് നിങ്ങളുടെ ഒരു വീഡിയോനെ കണ്ടന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംഭവം എടുക്കാം. ഓക്കെ, അത് മാത്രമല്ലാതെ നിങ്ങൾക്ക് ഇത് കീവേഡ്സ് ആക്കി എടുക്കാം. ഈ ഒരു സംഭവങ്ങൾ ഞാനിപ്പം കാണിക്കാം. ഈ ഒരു സംഭവം നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് കീവേഡ്സ് ആക്കി അടിച്ചു കൊടുത്താൽ അത് നിങ്ങൾക്ക് ഉപകാരമാണ്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾ എടുത്ത് കണ്ടന്റ് ആയി കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലായിരിക്കും സംഭവങ്ങളൊക്കെ ഉണ്ടാവുക, ടോപ്പ് സെർച്ചിൽ കാര്യങ്ങളുണ്ടാവുക. അപ്പോൾ അതെടുത്ത് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വ്യൂ ഒരുപാട്, അതായത് ആൾക്കാർ കൂടുതൽ സെർച്ച് ചെയ്യുന്ന കാര്യമാണല്ലോ നമ്മുടെ ഇത് വരുന്നത്. അപ്പം ഇത് കീവേഡ്സും കൂടി ആക്കണം. നിങ്ങൾ ഇതിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കുക, അതിനനുസരിച്ച് ഈ സംഭവങ്ങൾ കീവേഡ്സും ആക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇടത്തോടെ അടിക്കുക. അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ യൂട്യൂബിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വൈറലാകാൻ സാധ്യതയുള്ള വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം. അതിന് അപ്പുറത്തായിട്ട് ഓവർവ്യൂ എന്ന് കാണാം. ഓവർവ്യൂവിൻ്റെ അപ്പുറത്ത് നമ്മൾ കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഗ്രാഫൊക്കെ കാണിക്കാം. ഇവിടെ നമുക്ക് എന്താ പറയുക, ഇവിടെ നമ്മുടെ വ്യൂവും കാര്യങ്ങളും, ടോപ്പ് വീഡിയോസ്, ഹൗ യൂസ് ഫൈൻഡ് യുവർ വീഡിയോ, എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോസ് എന്താ പറയുക ആൾക്കാർ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബ്രൗസിങ് ഫീച്ചർ കൂടെ, സജസ്റ്റഡ് വീഡിയോസ് കൂടെ, ചാനൽ പേജ്, ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഇതൊക്കെ നോക്കിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതലായിട്ടുള്ള കാര്യം തൊട്ടിപ്പുറത്തായിട്ട്, അതായത് ഈ ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യുവർ വീഡിയോസ് എന്നുള്ളതിന് തൊട്ടിപ്പുറത്ത് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടന്റ് സജസ്റ്റിംഗ് യു. അതായത് നിങ്ങൾക്ക് യൂട്യൂബ് കൊണ്ടുതരുന്ന സജഷൻസ് ആണ്. അതായത് നിങ്ങൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്യൂ, യൂട്യൂബ് ഒരു കാര്യം നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്യൂ, നിങ്ങളുടെ ചാനൽ കയറും എന്നുള്ള കാര്യം യൂട്യൂബ് ഇങ്ങോട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാണ്ടാണ് നമ്മൾ പല വീഡിയോസും ചെയ്തു പോകുന്നത്. നമ്മൾ വെറുതെ നമ്മുടെ വായി തോന്നുന്ന വീഡിയോസൊക്കെ ചെയ്തു പോവാണ്. യൂട്യൂബ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാണ് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വ്യൂ കൂട്ടാൻ വേണ്ടി. നമ്മുടെ വ്യൂ കൂട്ടിയാൽ മാത്രമേ യൂട്യൂബിന് കൂടുതൽ ഇൻകം കിട്ടത്തുള്ളൂ. നമ്മുടെ ഇൻകം വന്നാൽ, നമ്മളൊരു ചാനൽ മോണിറ്റൈസേഷൻ ആയി അതിൻ്റെ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബിനും ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്. ഓരോ യൂട്യൂബേഴ്സ് ആയി വരുന്നതോറും ഇൻകം കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കണ്ടന്റ് സജസ്റ്റിംഗ് യു എന്നുള്ളത് വെറുതെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഓപ്പൺ ആയി വരും. കണ്ടോ, ഒരുപാട് വീഡിയോസ് കണ്ടോ. ഈ ഒരു വീഡിയോസൊക്കെ നമ്മുടെ കണ്ടന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ഥിരമായി ഈ തെറ്റ് ചെയ്യലുണ്ടോ, യൂട്യൂബ് വ്യൂസ് കളയുന്ന സെറ്റിങ്സ് ഏതാണ്, ഇത് എനിക്കാണ്. അതായത് ടെക് ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് ഇത് വരുന്നത്, മനസ്സിലായില്ലേ? അതായത് ഇതൊക്കെ എനിക്ക് ടെക് ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് തരുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഏതാണോ കാറ്റഗറി, ആ കാറ്റഗറിക്ക് അനുസരിച്ചുള്ളതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അപ്പൊ ഗൈസ്, ഞാൻ ഇപ്പൊ കാണിച്ച ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും തമാശയാക്കി എടുത്ത് തള്ളിക്കാണ്ട ഒരു സാധനമല്ല. കാരണം നമ്മുടെ ചാനൽ റീച്ച് ആകാൻ വേണ്ടി നമുക്ക് യൂട്യൂബ് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് നമ്മൾ വെറുതെ കണ്ടന്റ് ഇല്ലാണ്ട് നമ്മൾ വെറുതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചു വാരി വേണ്ടാത്ത വീഡിയോസ് ഒക്കെ എടുത്തിടും. അതുകൊണ്ടൊന്നും ഒരിക്കലും നമ്മുടെ ചാനൽ റീച്ച് ആകത്തില്ല. നമുക്ക് റീച്ച് ആകാൻ പറ്റിയ യൂട്യൂബിൽ കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സാധനങ്ങൾ എന്താണോ യൂട്യൂബിൽ ആൾക്കാർ കൂടുതൽ സെർച്ച് ചെയ്യുന്നത്, ആ ഒരു സംഭവം. അതായത് നമ്മളെപ്പോഴും നമ്മൾ വീഡിയോ പറയുന്നത് ട്രെൻഡിങ് ടോപ്പിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്ന് പറയാം. ട്രെൻഡിങ് ടോപ്പിക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ ബാക്കിയെല്ലാം ചെയ്യണം. നമ്മൾ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഓരോ സമയത്ത് പറയലുണ്ട്, നമ്മുടെ തമ്പനെ നന്നാക്കണം, നമ്മുടെ ക്യാപ്ഷൻ നന്നാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നാക്കണം. എന്നാൽ ട്രെൻഡിങ് ടോപ്പിക്കുകളും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്യണം. കാരണം എന്നിരുന്നാൽ മാത്രമേ ആൾക്കാർ കൂടുതൽ കാണൂ. ആൾക്കാർക്ക് കാണാൻ കൂടുതൽ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് ഈ സെർച്ചിങ്ങിന് വരുന്നത്. യൂട്യൂബിൽ കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കാര്യമാണ് നമ്മളിത് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ യൂട്യൂബ് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാണ് ഈ ഒരു കണ്ടന്റുകൾ. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണിച്ചത്. ഒന്ന് യൂട്യൂബിൽ കൂടുതൽ വരുന്ന സെർച്ച് എന്താണോ സെർച്ച് ചെയ്യുന്ന ആ ഒരു സംഭവം. പിന്നെ വരുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റുകൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. യൂട്യൂബ് നമുക്ക് സജസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഈ ഒരു സംഭവം ചെയ്യ്. യൂട്യൂബ് ഇങ്ങോട്ട് നിർബന്ധിക്കുക, നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളുടെ ചാനലിൽ വ്യൂ വരും. എന്നിട്ട് നമ്മൾ എനിക്കതൊന്നും പറ്റത്തില്ല, ഞാനതൊന്നും ചെയ്യത്തില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം മാത്രമേ വീഡിയോ എടുത്തുള്ളൂ നിർബന്ധം പിടിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ടും ഒരിക്കലും നമ്മുടെ ചാനൽ കയറാൻ പോകുന്നില്ല. അപ്പോൾ
നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ നിങ്ങളുടെ വൈറ്റ് സ്റ്റുഡിയോ കയറുക, അനലറ്റിക്സ് എടുക്കുക, നോക്കുക നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കൂടുതൽ വ്യൂ കിട്ടാനുള്ള ചാൻസ്, യൂട്യൂബ് എന്താണോ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക. അല്ലാണ്ട് വായി തോന്നിയ വീഡിയോ എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ജിയോ ചേട്ടാ എനിക്ക് വീഡിയോയ്ക്ക് വ്യൂ വരുന്നില്ല, എൻ്റെ അമ്മോ അയ്യോ ഞാനിനി എന്തോ ചെയ്യണേ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് കരയാൻ ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരുപാട് 3 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ട ചാനലാണ് ജിയോ ചേട്ടാ, ഞാൻ എന്തോ ചെയ്യണം, എനിക്കൊരു പിടിയും കിട്ടുന്നില്ലേ, എനിക്ക് വല്ലാണ്ട് സങ്കടം വരുക, എനിക്ക് സഹിക്കാനാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയും നിങ്ങൾ ഇങ്ങനെ കിടന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് മറ്റുള്ളവർക്ക്, അതായത് ഞാൻ എല്ലാവരോടും പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ അടുത്തോട്ട് വന്ന് വ്യൂ ഇല്ല എന്ന് പറയുന്നത് ഞാൻ പറയും, നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമോ, നിങ്ങൾ കാണുമോ, നിങ്ങളത് മൊത്തമായിട്ട് കാണും, നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് ചോദിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് അല്ലെങ്കിൽ അവർക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന വീഡിയോസ് ആയിരുന്നാൽ മാത്രമേ അവർ കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതിനാണ് ഈ ടോപ്പ് സെർച്ച് എന്ന് വെച്ചാൽ ആൾക്കാർ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഈ സെർച്ചിങ്ങിൽ വരുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുക. യൂട്യൂബിന് അറിയാം എന്തിട്ടാ കയറുന്നത്. നമ്മളെക്കാളും കൂടുതലായിട്ട് എല്ലാവരുടെയും കണ്ടന്റുകൾ ഈ ലോകത്തുള്ള യൂട്യൂബേഴ്സിന്റെ മൊത്തം കണ്ടന്റുകൾ കൈകാര്യം ചെയ്യുന്ന യൂട്യൂബ് പറയുവാണ്, നിങ്ങൾ ഈ ഒരു വീഡിയോ ഇട് എന്നാൽ നിങ്ങൾക്ക് കയറും. എന്നിട്ടും നമ്മളത് ഇടത്തില്ല, നമ്മൾ തോന്നുന്ന വീഡിയോസ് ഇട്ടു. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ കയറാത്തത്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് പരീക്ഷിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഇത് ഉറപ്പായിട്ടും 100 അല്ല 110% നിങ്ങളുടെ വീഡിയോ കയറുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ കാണാം. അടിപൊളി വീഡിയോയിലോട്ട് ഞാൻ നാളത്തെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് സബ് ചെയ്യുക. നാളത്തെ വീഡിയോ കാണാം. ബൈ.